അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകത്തിലെ 23-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നുലാഹിലു സൂറ, ചിത്രങ്ങൾ നോക്കാം. നുക്കുമിലു, എന്നിട്ട് പൂരിപ്പിക്കാം. ബി ഇസ്തിഖ്ദാമി ഷംസിൽ മുഫ്രദാത്ത്, ബി ഇസ്തിഖ്ദാമി ഉപയോഗിച്ചുകൊണ്ട്, ഷംസിൽ മുഫ്രദാത്ത്. എന്താ ഷംസിൽ മുഫ്രദാത്ത്? പദസൂര്യൻ. പദസൂര്യൻ, ഒരു സൂര്യനെ പോലെ ഇങ്ങനെ ചുറ്റും കൊടുത്തിരിക്കുന്നതിനാണ് പദസൂര്യൻ എന്ന് പറയുന്നത്. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ഈ പദസൂര്യൻ്റെ സഹായത്തോടു കൂടി വേണം നമുക്ക് ഇവിടെയുള്ള ചിത്രങ്ങൾക്ക് നേരെ പൂരിപ്പിക്കാൻ. അപ്പം നമുക്ക് ആദ്യം പദസൂര്യനിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. തുനല്ലിഫു, വൃത്തിയാക്കുന്നു. തുനല്ലിഫു, വൃത്തിയാക്കുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് യുനല്ലിഫു എന്ന് കാണാം. യുനല്ലിഫും വൃത്തിയാക്കുന്നു എന്ന് തന്നെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ താ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം പെൺകുട്ടി വൃത്തിയാക്കുമ്പോഴാണ്. ഒരു പെണ്ണായ ഒരാളാണ് വൃത്തിയാക്കുന്നതെങ്കിൽ തുനല്ലിഫു ആണ് ഉപയോഗിക്കുക. എന്നാൽ ആണാണ് വൃത്തിയാക്കുന്നതെങ്കിൽ യുനല്ലിഫു ആണ് ഉപയോഗിക്കുക. തൊട്ടടുത്ത പദം തഅ്സിലു, കഴുകുന്നു. തഅ്സിലു, കഴുകുന്നു, വാഷ് ചെയ്യുന്നു. യസ്തഹിമ്മു, കുളിക്കുന്നു. ഇവിടെ തഅ്സിലു എന്ന് കൊടുത്തതുകൊണ്ട് നമുക്കറിയാം താ ആണ്. അപ്പം അത് ഒരു പെണ്ണ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ചിത്രം കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ യഅ്സിലു ആയിരുന്നു കൊടുക്കുക. യസ്തഹിമ്മു, കുളിക്കുന്നു. അപ്പോൾ യാ ആണ് കൊടുത്തത്, അപ്പോൾ ഒരു ആണായിരിക്കും അത് ചെയ്യുന്നത്. തസ്ഖീ, നനക്കുന്നു. ഇവിടെയും താ ആണ് ഉപയോഗിച്ചത്. തസ്ഖീ ആണ്, അപ്പോൾ ഒരു പെൺകുട്ടി ആയിരിക്കും, അല്ലെ പെണ്ണായിരിക്കും ചെയ്യുന്നത്. യശ്റബു, കുടിക്കുന്നു. യശ്റബു, യാ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പം നമുക്ക് അതൊരു ആണായിരിക്കും ചെയ്യുന്നത്. നേരെ ചിത്രത്തിലേക്ക് വരാം. ഇവിടെ പാത്രം കഴുകുന്നത്, വൃത്തിയാക്കുന്നത് കാണാം. യുനല്ലിഫുൽ വലതു അൽ ഇനാ, കണ്ടോ? യുനല്ലിഫു, യാ ആണ് ഉപയോഗിച്ചത്. യുനല്ലിഫു അൽ വലത്, ആൺകുട്ടിയാണ്. അൽ ഇനാ, പാത്രങ്ങൾ വൃത്തിയാക്കുന്നു. അതിൻ്റെ തൊട്ടുടനെ ഒരു പെൺകുട്ടി അവിടുന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിച്ച വാക്ക് നോക്കൂ. തുനല്ലിഫുൽ ബിന്തു, പെൺകുട്ടി വൃത്തിയാക്കുന്നു. അൽ ഇനാ, പാത്രങ്ങൾ. തൊട്ടടുത്തത് ഡേഷ് അൽ വലത് ഡേഷ്, ചിത്രം കൊടുത്തിരിക്കുന്നത് കുട്ടി കുടിക്കുന്നതാണ്. അപ്പോൾ കുടിക്കുന്നു എന്നതിൻ്റെ വാക്ക് യശ്റബു. യശ്റബുൽ വലതു, കുട്ടി കുടിക്കുന്നു. വെള്ളമാണ് കുടിക്കുന്നത്. വെള്ളത്തിൻ്റെ വാക്ക് നമ്മൾ ഈ പാഠത്തിൽ തുടർച്ചയായിട്ട് പഠിച്ചു വന്നതാണ്. എന്തായിരുന്നു വെള്ളത്തിൻ്റെ വാക്ക്? അൽമാ. യശ്റബുൽ വലതു അൽമാ. അടുത്ത ചിത്രം ഡേഷ് അൽ ഉമ്മു അൽ മലാബിസ, ഉമ്മ കഴുകാണ്, വാഷ് ചെയ്യാണ്. അൽ ഉമ്മ അൽ മലാബിസ, വസ്ത്രങ്ങൾ. ഏതാണ് വാഷ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അത്? തഅ്സിലു, കേട്ടോ? താ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. തഅ്സിലുൽ ഉമ്മു അൽ മലാബിസ, ഉമ്മ വസ്ത്രങ്ങൾ വാഷ് ചെയ്യുന്നു. അടുത്ത ചിത്രം വെള്ളം നനക്കുകയാണല്ലേ. ഏതാണ്? തസ്ഖീ, നനക്കുന്നു. അൽ ബിന്ത് അശ്ശത്ലത്ത്, ഷത്ലത്ത്, ചെടികൾ. തസ്ഖീ അൽ ബിന്തു അശ്ശത്ലത്ത്. അടുത്തത് ഒന്നേ ബാക്കിയുള്ളൂ. ഒരാൾ കുളിക്കുകയാണ്. യസ്തഹിമ്മു അൽ വാലിദ്, യസ്തഹിമ്മുൽ വാലിദ്, ഉപ്പ കുളിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം കഴിഞ്ഞു. ഇതിൽ കുറച്ച് മുഫ്രദുകളും ജംഉകളും അതുപോലെ അളുദാദുകളും കൊടുത്തിട്ടുണ്ട്. മുഫ്രദുകൾ ഏകവചനം സിംഗുലർ, ജംഉ ബഹുവചനം പ്ലൂരൽ. ജിസ്ർ വേര്, അതിൻ്റെ ജംഉ ജുസൂർ വേരുകൾ. അൽഫ് ആയിരം, അതിൻ്റെ ജംഉ ആലാഫ് ആയിരങ്ങൾ. കൗന് ലോകം, അതിൻ്റെ ജംഉ
അക്വാന് ലോകങ്ങൾ. ത്വിഫ്ല് കുട്ടി, അതിൻ്റെ ജംഅ് അത്ഫാല് കുട്ടികൾ. ബലദ് നാട്, അതിൻ്റെ ജംഅ് ബിലാദ് നാടുകൾ. സഈർ ചെറിയ കുട്ടി, അതിൻ്റെ ജംഅ് സിആർ ചെറിയ കുട്ടികൾ. സദീഖ് സുഹൃത്ത്, അതിൻ്റെ ജംഅ് അസ്ദിഖാ സുഹൃത്തുക്കൾ. ഹയ്യ് ജീവനുള്ളത്, അതിൻ്റെ ജംഅ് ജീവനുള്ളവ. ഇനി അളുദാദാണ് ഓപ്പോസിറ്റ് വിപരീതം. മസാ വൈകുന്നേരം, അതിൻ്റെ ളിദ് സ്വബാഹ് രാവിലെ. ഉസ്ർ പ്രയാസം, അതിൻ്റെ ളിദ് യുസ്ർ എളുപ്പം. ഇനി ഇവിടെ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകളും അവയുടെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എഴുതാത്ത ഏതെങ്കിലും വാക്കുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് നോട്ടിലേക്ക് എഴുതി പഠിക്കാവുന്നതാണ്.